നവോത്ഥാന നായകരിൽ തന്നെ ഏറെ പ്രധാനിയായിട്ടില്ല. നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ മലബാറിലടക്കമുള്ള ഒട്ടേറെ സ്ഥലങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന മഹാനായ നമ്മളോട് ഇങ്ങോട്ട് വിളിച്ചതിന് നമുക്ക് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട MS ഹാഷിം അവർകളെയാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ബഹുമാന്യ അധ്യക്ഷൻ പഞ്ചായത്ത് ആദരണീയനായ ഹാരിസ് ബിരാൻ MP അവരുടെ, ആദരണീയനായ അൻവർ സാദ MLA അവരുടെ, പ്രിയപ്പെട്ട KM അബ്ദുൽ മജീദ്, അഡ്വക്കേറ്റ് V അബ്ദുൽ ഗഫൂർ സാഹിബ്, MK ലത്തീഫ് സാഹിബ്, PK ജബ്ബാർ സാഹിബ്, മറ്റ് മുസ്ലിം ലീഗിൻ്റെ അതുപോലെ പോഷക സംഘടനകളിലെല്ലാം കരുത്തരായിട്ടുള്ള നേതാക്കൾ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇവിടെ ഹാഷിമും അതുപോലെ തന്നെ ഷാനവാസും ഒക്കെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ വളരെ കാലത്തെ ഒരാഗ്രഹം, അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ആരംഭം ഇവിടെ കുറിക്കുകയാണല്ലോ. മഹാനായ CG സാഹിബ് അവരുടെ നാമധേയത്തിലാണ് നമ്മുടെ ഈ ഓഫീസിൻ്റെ നിർമ്മാണം. ആ നാമധേയം തന്നെ വളരെയേറെ പ്രസക്തവും പുതിയ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രാധാന്യവും വളരെ വലുതാണ്. മതേതരത്വത്തിൻ്റെയും സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെയും ഒക്കെ ഒരു റോളിൽ തൻ്റെ ജീവിതകാലത്തെ നമുക്ക് സമർപ്പിച്ച മഹാനായ CG സാഹിബ്. പുതിയ തലമുറകൾ അങ്ങനെ പലരെയും മറന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളായി ഒരിക്കലും തന്നെ CG സാഹിബിനെ നമുക്ക് മാറ്റിക്കൂടാ. നമ്മുടെ ഓർമ്മകളിലേക്ക് നിരന്തരം കടന്നു വന്നുകൊണ്ടും അവരെല്ലാം നമുക്ക് കാണിച്ചു തന്ന മഹനീയമായിട്ടുള്ള മാതൃകകൾ, അത് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലാകട്ടെ, പൊതുജീവിതത്തിലാകട്ടെ, മറ്റ് വ്യക്തി ജീവിതത്തിലാകട്ടെ, അത്തരം മൂല്യങ്ങളെ വീണ്ടെടുക്കുവാനുള്ള ഒരു നല്ല ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഈ ഓഫീസിൻ്റെ നിർമ്മാണത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഹാഷിമും ഷാനവാസൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഈ കമ്മിറ്റിയെ അതിൻ്റെ പേരിൽ CG സാഹിബിൻ്റെ പേരിലൊരു സ്മാരകം നിർമ്മിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ ഹാർദമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളെല്ലാവരും വളരെ നേരത്തെ ഇവിടെ വന്നവരാണ്. ഞങ്ങൾ കൊല്ലത്ത് നിന്ന് പുലർച്ചെ ഇവിടെ എത്തിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് വൈകിയത്. ഇവിടെ മറ്റു നേതാക്കളൊക്കെ സംസാരിക്കാനിരിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ UDFൻ്റെ പ്രവർത്തനങ്ങൾ കൂടിയാണ്. അൻവർ സാദത്ത് പറഞ്ഞതുപോലെ അൻവർ സാദത്തിൻ്റെ ഓഫീസാണെന്നാണ് പറഞ്ഞത്. സന്തോഷമുണ്ട്. ഈ കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ജനാധിപത്യ കേരളത്തെ നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ പത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം അതിൽ നിന്ന് നമുക്ക് കേരളത്തെ സംരക്ഷിച്ച് എടുക്കേണ്ടതുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പുള്ള UDFൻ്റെ ഭരണകാലത്തുള്ള കേരളം, ആ കേരളത്തെ വീണ്ടെടുക്കാൻ, അതായിരിക്കണം ഇനി നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം. അതിനുവേണ്ടി ഒറ്റക്കെട്ടായിട്ട് വലിയ രാഷ്ട്രീയമായിട്ടുള്ള ബോധത്തോടെ, സാമൂഹ്യമായിട്ടുള്ള അവബോധത്തോടെ നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. UDFനെ ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അതിനുള്ള നല്ലൊരു കേന്ദ്രം കൂടിയായിട്ട് നമ്മുടെ ഈ ഓഫീസ് പ്രവർത്തനങ്ങളെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നിർമ്മാണം നമുക്ക് പൂർത്തീകരിക്കണം. ഇപ്പോൾ ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് തറക്കല്ലിടാൻ സാധിച്ചിരിക്കുന്നു. എല്ലാവരുടെയും കൂട്ടായ്മയിലൂടെ മാത്രമേ നമുക്ക് ഇതിനെ കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ മനസ്സിൽ അതുണ്ട് എന്നാണ് നിങ്ങളുടെയൊക്കെ മുഖഭാവങ്ങൾ വെളിപ്പെടുത്തുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് ഉദ്ഘാടന സജ്ജമാകുവാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉദ്ധരിച്ച് ഈ പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയ സുഹൃത്ത് അൻവർ സാദത്ത്, ബഹുമാനപ്പെട്ട ഗഫൂർ ഉൾപ്പെടെയുള്ള ജില്ലാ ലീഗിൻ്റെയും അതേപോലെ തന്നെ പഞ്ചായത്ത് ലീഗിൻ്റെയും എല്ലാ കരുത്തരായിട്ടുള്ള സാരഥികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു ലീഗ് ഓഫീസിൻ്റെ ഔപചാരികമായിട്ടുള്ള തറക്കല്ലിടൽ കർമ്മത്തിലാണ് നാം എല്ലാവരും. ഒരു ലീഗ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു പാർട്ടി ഓഫീസല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു പ്രദേശത്തിൻ്റെ ആശാകേന്ദ്രമായിട്ട് ഈ ഓഫീസ് വളരണം. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ചെല്ലുന്നത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലാണ്. നമ്മൾ മാത്രമല്ല, ഈ സമൂഹം മൊത്തം ചെല്ലുന്നത് ആ തറവാട്ടിലേക്കാണ്.
അതേപോലെ തന്നെ ഒരു ലീഗ് ഓഫീസ് ഉണ്ടാകുമ്പോൾ ഈ പ്രദേശത്തെ പാർട്ടിക്കാർക്ക് മാത്രമല്ല, സമുദായാംഗങ്ങൾക്ക് മാത്രമല്ല, ഈ സമൂഹത്തിന് മൊത്തത്തിൽ ഒരു ആശയ കേന്ദ്രമായി മാറേണ്ടത് ഏതൊരു ലീഗ് ഓഫീസും ആ ലീഗ് ഓഫീസ് നടത്തുന്ന അവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പൂർണ്ണതോതിൽ നിർവഹിക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല. എന്തായാലും ഒന്ന് പാണക്കാട് തങ്ങൾ ഇവിടെ തറക്കല്ലിട്ടിരിക്കുന്ന ഈ ലീഗ് ഓഫീസിന്റെ പൂർത്തീകരണം നിങ്ങളൊരു ടാർഗറ്റ് ഇട്ടിട്ട് ഒരു ടൈം ലൈനോട് കൂടിയിട്ട് പൂർത്തിയാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പൂർത്തിയാക്കിയത് വളരെ നല്ലത്. അതല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിലും പൂർത്തിയാക്കിയിട്ട് വീണ്ടും നമുക്ക് പാണക്കാട് തങ്ങളെ കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം. അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമ്മുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കരുത്തനായ നേതാവ് ബഹുമാനായ തങ്ങൾ അവറുകളെ, പ്രിയങ്കരനായ MP ശ്രീ ഹാരിസ് ബീരാൻ, ശ്രീ ഗഫൂർ, KK ലത്തീഫ് അടക്കമുള്ള മറ്റ് മുസ്ലിം ലീഗിൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി പ്രവർത്തകരുടെ സ്വപ്നമാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും. നമുക്കറിയാം ശ്രീമൂലകത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ വളരെ സിൻസിയറായി പ്രവർത്തിക്കുന്ന UDF പ്രവർത്തകരാണ്. അപ്പോൾ അവരുടെ കുറേ നാളത്തെ ഒരു സ്വരുക്കൂട്ടലാണ് ഇപ്പോൾ ഇന്ന് ഓഫീസിലൂടെ നമുക്ക് കാണാൻ പോകുന്നത്. എന്തായാലും നമുക്കറിയാം KMCD സാഹിബ് എന്ന് പറഞ്ഞ ആ വലിയൊരു മഹത് വ്യക്തിയുടെ പേരിൽ തന്നെ ഈ ഓഫീസ് നിർമ്മിക്കുക എന്ന് വെച്ചാൽ ആ പേര് നാമകരണം ചെയ്യാവുന്ന അത് വളരെ ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അത് തങ്ങളോട് സൂചിപ്പിച്ചു, CD സാഹിബിൻ്റെ കാര്യമൊക്കെ സൂചിപ്പിച്ചു. അതിനപ്പുറം തങ്ങൾ ഇവിടെ വന്ന് ഇത് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചപ്പോൾ തന്നെ അതും വലിയ പുണ്യമായി തന്നെ നമ്മൾ കാണുന്നു. തങ്ങളെ നമുക്കറിയാം ആനുകാലികമായ രാഷ്ട്രീയമായ എല്ലാ കാര്യങ്ങളും വിലയിരുത്തി നമുക്ക് നൽകുന്ന മെസ്സേജാണ്. ഇപ്പം അദ്ദേഹം പറഞ്ഞു, നമുക്ക് അടുത്ത 2024 തെരഞ്ഞെടുപ്പിൽ 2025 പഞ്ചായത്തും 2026 തെരഞ്ഞെടുപ്പിൽ നമ്മൾ സജ്ജമാകണമെന്ന് തങ്ങൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് സജ്ജമാവണം. ആ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ UDF കാലത്തുണ്ടായ ആ സൗഹൃദവും സ്നേഹവും വികസനത്തിലേക്ക്, കരുതലിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതാണ് തങ്ങൾ പറഞ്ഞ നിർദ്ദേശം. എന്തായാലും തങ്ങളോട് വന്ന് ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്തല്ല സന്തോഷം ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഇവിടെ മുസ്ലിം സഹപ്രവർത്തകരോട് ഞാൻ പറഞ്ഞു, ഓഫീസ് ഉദ്ഘാടനം കഴിയുന്ന എല്ലാവരും ജില്ലാ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പൂർത്തീകരണത്തിന് വേണ്ടി എല്ലാ പിന്തുണയും കമ്മിറ്റിയുടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താമസിച്ചു പോയി ക്ഷമിക്കണം. ഞാൻ തൃശ്ശൂരത്തെ ഒരു പരിപാടി കഴിഞ്ഞു കൂടിയായിരുന്നു. 2 കാര്യം കൊണ്ടാണ്. ഒന്ന്, ലീഗിൻ്റെ ഓഫീസ് തുടങ്ങുന്ന സാന്നിധ്യം വേണം എന്നിരിക്കുന്നുണ്ട്. 2, ബഹുമാനായ തങ്ങൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ